ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ US-ഇറാൻ തർക്കവിഷയത്തിൽ സാങ്കേതിക ചർച്ചകൾ നടന്നു. അതേസമയം US-ഇറാൻ സംഘങ്ങൾ തമ്മിലുള്ള മുഖാമുഖ ചർച്ച ഖത്തറിൽ നടന്നില്ലെന്ന് ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ ദോഹ ചർച്ചയുടെ ഭാവി 5 പ്രധാന ആവശ്യങ്ങളെ ആശ്രയിച്ചാണെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, US ചർച്ചാ സംഘത്തിലെ സ്റ്റീവ് വിറ്റ്കോഫ്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകളുടെ പുരോഗതി 3 പേരും വിലയിരുത്തി. US-ഉം ഇറാനും ഇടയിൽ മധ്യസ്ഥ വഹിക്കാനുള്ള ഖത്തറിന്റെ പ്രതിബദ്ധത അൽ താനി ആവർത്തിച്ചു. ഹോർമുസിലെ കപ്പൽ സഞ്ചാര സ്വാതന്ത്ര്യം, ലെബനനിലെ സ്ഥിതിഗതികൾ എന്നിവയെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്തതായി ഖത്തർ അമീറിന്റെ ഓഫീസ് വ്യക്തമാക്കി. എന്നാൽ US-ഇറാൻ സംഘം ഖത്തറിൽ ഉണ്ടായിട്ടും നേരിട്ടുള്ള ഒരു മുഖാമുഖം ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം US-ഉം ഇറാനും തമ്മിലുള്ള ഈ താൽക്കാലിക വെടിനിർത്തൽ വിപണികളിൽ ഉണർവ് ഉണ്ടാക്കി. ക്രൂഡ് ഓയിൽ വില 3 മാസം മുമ്പുള്ളതിനേക്കാൾ കുത്തനെ കുറഞ്ഞു. US-ഇറാൻ കരാറിലും ഹോർമുസ് കടലിടുക്കിലൂടെ ഒഴുകുന്ന എണ്ണയുടെ തിരിച്ചുവരവിലും പ്രതീക്ഷ അർപ്പിച്ചാണ് ഈ ആശ്വാസം. ഇതിനിടെ US ചർച്ചകളുടെ പുരോഗതി 5 പ്രധാന ആവശ്യങ്ങളെ ആശ്രയിച്ചാണെന്ന് ഇറാൻ ചർച്ചയിൽ വ്യക്തമാക്കി. ഇറാന്റെ മുഖ്യ മധ്യസ്ഥനായ മുഹമ്മദ് ബാഖർ ഗാലിബാഫാണ് ഇത് മുന്നോട്ട് വച്ചത്. ഇതുപ്രകാരം ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 4, 5, 10, 11 എന്നിവ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിൽ 1 ഇറാനെതിരായ ഉപരോധം നീക്കിയതായി US പറഞ്ഞെങ്കിലും നാവിക കപ്പലുകൾ അതിർത്തിയിൽ തന്നെ തുടരുകയാണെന്ന് ഇറാൻ സംഘം ദോഹയിൽ വ്യക്തമാക്കി. കൂടാതെ ലെബനൻ വിഷയവും ഇസ്രായേൽ ആക്രമണവും ഹോർമുസ് കപ്പൽ ഗതാഗതവും ടോൾ പിരിവും മരവിപ്പിച്ച ഇറാന്റെ ആസ്തികളും ഉൾപ്പെടെ 5 പ്രധാന വിഷയങ്ങൾ ഇറാൻ സംഘം ആവർത്തിച്ചു. എന്നാൽ മരവിപ്പിച്ച ഇറാന്റെ ഫണ്ടുകൾ വിട്ടുകൊടുക്കില്ലെന്ന് US ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നത് മറ്റൊരു കീറാമുട്ടിയാണ്. ഇതും മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ ബാധിക്കുന്ന സുപ്രധാന വിഷയമായി മാറുകയാണ്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.